ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. ഇന്ത്യക്കാർക്ക്, അതായത് യു എ ഇയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് അവരുടെ പാസ്പോർട്ട് പുതുക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ ചെറിയൊരു ഇളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാരേജ് രജിസ്റ്റേർഡ് ചെയ്യാത്ത കപ്പിൾസ് ഉണ്ടാവും. എല്ലാ ആൾക്കാരും തന്നെ മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കണം, എല്ലാവരും മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കണം നിയമപരമായിട്ട്. പക്ഷെ ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം. ഈ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനക്സേഷൻ ജെ എന്ന് പറഞ്ഞൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു കൺസെന്റിന് വേണ്ടിയിട്ട് അനക്സേഷൻ ജെ എന്ന് പറഞ്ഞ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ പാസ്പോർട്ട് പുതുക്കി തരുന്ന അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മേളിൽ ഒരു രീതിയിലുള്ള ഒബ്ലിഗേഷൻസും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് റിസ്ക് ഫ്രീ ആക്കുന്ന രീതിയിൽ, ആ ഉദ്യോഗാർത്ഥിക്ക് റിസ്ക് ഫ്രീ ആക്കുന്ന രീതിയിലുള്ള ഒരു കൺസെന്റ് ആണ് ഈ ഒരു അനക്സർ ജെ എന്ന് പറഞ്ഞ ഫോം. ഈ ഫോം മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ മാതാപിതാക്കളുടെ പേരൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാസ്പോർട്ട് ഫുൾ ഡേറ്റ സഹിതം പുറത്തിറക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഇപ്പം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന NRIസിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു നിയമമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ യു എ ഇയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനിയൊരു വാർത്ത. അതായത് മിനിമം ബാലൻസ്, അതായത് യു എ ഇയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അഥവാ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് നിലനിർത്തി പോകണം എന്നുണ്ടെങ്കിൽ 5000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഭേദഗതിയാണ് ഈ ഇടയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ബാങ്കിങ് സെക്ടേഴ്സ്. അപ്പോൾ ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ച സമയത്ത്, അതായത് ഈ ഒരു 3000 ദിർഹം, ഇപ്പം നിലവിലെ ആ ഒരു നിയമം നോക്കിക്കഴിഞ്ഞാൽ 3000 ദിർഹംസ് ആണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിലനിർത്തി പോകേണ്ട ഒരു മിനിമം ബാലൻസ്. ചില ബാങ്കൊക്കെ 0 ബാലൻസിൽ തന്നെ സാലറി അക്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എംപ്ലോയീസിന്. പക്ഷെ അതിലുപരിയായിട്ട് ഇപ്പൊ സെൻട്രൽ ബാങ്ക് പറഞ്ഞിരിക്കുന്നത്, ഈ പുതുക്കിയ നിയമം, അതായത് ഒരു പുതുക്കിയ പ്രപ്പോസൽ 5000 ദിർഹംസ് മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന ആ ഒരു നിയമ ഭേദഗതിയെ സെൻട്രൽ ബാങ്ക്, യു എ ഇയുടെ സെൻട്രൽ ബാങ്ക് അതിനെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ നിലവിൽ ആ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേരുടെ അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാണ്ട് 25 ദിർഹംസോളം ഒരു ഫീ എന്നുള്ള നിലയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു പിഴ ഈടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 25 ദിർഹംസ് മന്ത്ലി പേ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യു എ ഇ സെൻട്രൽ ബാങ്ക് നിലവിൽ ഈ ഒരു 5000 ദിർഹംസ് മിനിമം ബാലൻസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ആ ഒരു നിയമം സ്റ്റേ ചെയ്ത് വെക്കാമെന്നുള്ള തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റുപ്പീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്ത് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ, അതായത് നിലവിലെ ഇന്ത്യൻ ബാങ്കുകൾ ഫോറിൻ ബ്രാഞ്ച് ഉള്ള ഇന്ത്യൻ ബാങ്കുകൾ, ഇപ്പം SBI ആയിക്കോട്ടെ, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ ആയിക്കോട്ടെ, ഇതേപോലെ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, ഇതേപോലെ ഫോറിൻ ബ്രാഞ്ച് ഉള്ള ഇന്ത്യൻ ബാങ്കുകൾക്ക് ഫോറിനേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻസിന്, അതായത് NRIസിനൊക്കെ ഇനി റുപ്പീസിൽ തന്നെ ലോൺ കൊടുക്കാം എന്നുള്ള ഒരു ഡിസിഷനാണ് ഇപ്പൊ പാസ്സാക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതും പ്രപ്പോസലാണ്, RBI കൊടുത്തിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് സെൻട്രൽ ഗവൺമെന്റിന്. ഇത് പാസ്സായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റുപ്പി വിനിയോഗിക്കപ്പെടും, അതായത് അന്താരാഷ്ട്ര തലത്തിൽ. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ റുപ്പിയെ ഒരു കോമൺ കറൻസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രപ്പോസൽ RBI വെച്ചിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ റുപ്പിയെ സ്ട്രെങ്തൻ ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ഗ്ലോബലി ഏത് കറൻസിയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ആ കറൻസി ശരിക്കും സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ആ രീതിയിലും കൂടി റുപ്പീസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് RBI ഈ ഒരു പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക്, ഇന്ത്യൻ ബാങ്കുകൾക്ക് കേട്ടോ, അല്ലാതെ മറ്റുള്ള ബാങ്കുകൾക്കല്ല, ഇന്ത്യൻ ബാങ്കുകൾക്ക്, ഫോറിൻ ബ്രാഞ്ച് ഉള്ള ബാങ്കുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള മെയിൻ ബാങ്ക് ആയിട്ടുള്ള ഇപ്പൊ SBI, അതിനിപ്പോൾ ഫോറിൻ ബ്രാഞ്ച് ഫോർ എക്സാമ്പിൾ യു എ ഇയിലുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾക്ക്, എലിജിബിൾ ആയിട്ടുള്ള ആൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ലോൺ കൊടുക്കാനുള്ള ഒരു പദ്ധതി, അതാണ് ഈ ഒരു പ്രപ്പോസലിൽ പറയപ്പെട്ടിരിക്കുന്നത്. അതേപോലെ യു എ ഇയിൽ ഗോൾഡൻ വിസ എന്ന് പറയുന്ന ഒരു 10 വർഷത്തെ വിസ വളരെ ഫേമസ് ആയിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് വളരെ ഫേമസ് ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് യു എ ഇയുടെ ഗോൾഡൻ വിസ പദ്ധതി.
അപ്പൊ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിലുള്ള സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് UAE-യിൽ 10 വർഷത്തെ വിസ ഹോൾഡർ ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. കേരളത്തിൽ തന്നെയുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു 10 വർഷത്തെ വിസ സ്വന്തമാക്കിയ ആൾക്കാരാണ്. അതേപോലെ അത് ബിസിനസ് സെക്ടറിലും അതേപോലെ എംപ്ലോയ്മെന്റ് സെക്ടറിലും പല സെക്ടറുകളിലായിട്ട് ആ വിസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതേ സെയിം വിഷയം ഇപ്പൊ സൗദി അറേബ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സൗദി അറേബ്യയും ഇപ്പൊ പുതുതായിട്ട് ഈ ഒരു ഗോൾഡൻ വിസ പദ്ധതി ആരംഭിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഫിനാൻഷ്യലി അറാംകോ ഉൾപ്പെടെയുള്ള, അതായത് അറാംകോ പോലത്തെ കമ്പനികളൊക്കെ തന്നെ ഒരു ക്രൈസിസ്, പ്രതിസന്ധി നേരിടുന്നതായിട്ടാണ് വാർത്തകൾ പൊതുവിൽ വരുന്നത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ തന്നെ സംസാരിക്കാം. സൗദിയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, അതായത് US-ലേക്ക് 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സൗദി അറേബ്യയിൽ ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഗോൾഡൻ വിസ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ UAE-യിലൊക്കെ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 മില്യൺ ദിർഹം, 20 ലക്ഷം ദിർഹംസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ വിസയ്ക്ക് അർഹനാകുന്ന പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ എല്ലാത്തിലും കാശിന്റെ കളികൾ തന്നെയാണ്. അപ്പൊ അതേപോലെ സൗദി അറേബ്യയും ഇപ്പൊ ഇതേപോലെ പൈസയുള്ളവന് വിസ കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നിലവിൽ. ഈ സ്പേസ് എക്സ്, ഇലോൺ മസ്കിന്റെ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാമത്തെ വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുകയാണ്. 9ാമത്തെ തവണയാണ് ഈ ഒരു പരാജയം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവം. ISRO ഒക്കെ എത്രയോ മിഷൻസ് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്പേസ് ഏജൻസിയാണ് ഇന്ത്യയിൽ ISRO. അതിനോടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സ്പേസ് എക്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. സ്പേസ് എക്സ് ഒരുപാട് പണം വാരി എറിഞ്ഞ് ഒരുപാട് റിസർച്ച് അനാലിസ്റ്റുകളെ കൊണ്ട് പണിയെടുപ്പിച്ച സയന്റിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും മുന്നോട്ട് എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 9ാമത്തെ തവണ ഈ ഒരു സ്റ്റാർഷിപ്പിന്റെ മിഷൻ പരാജയപ്പെടുന്നത്. ഇത് ശരിക്കും സ്റ്റാർഷിപ്പിന് ഒരു തിരിച്ചടി തന്നെയാണ്. സുനിത വില്യംസിനെ സ്പേസ് സ്റ്റേഷനിൽ നിന്നും താഴോട്ട് കൊണ്ടുവന്ന ആ ഒരു ദൗത്യം ശരിക്കും പറഞ്ഞാൽ അത് ബോയിങ്ങിനും സ്പേസ് എക്സിനും ഇടയിൽ നടന്ന ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ അതൊരു ബിസിനസ് യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലൊക്കെ പറയാനുള്ള സ്റ്റോറികളൊക്കെ ഈ ബോയിങ്ങും നാസയും സ്പേസ് എക്സും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പല കോൺട്രാക്റ്റുകളും സക്സസ്ഫുൾ മിഷൻ ചെയ്ത ആൾക്കാർക്കാണ് നാസ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നാസ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രിഫറൻസ് ലിസ്റ്റിലുള്ള ഒരു കമ്പനിയാണ് സ്പേസ് എക്സ്. അപ്പൊ ആ സ്പേസ് എക്സിന് ഇപ്പൊ 9ാമത്തെ പരാജയം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു റീകൺസിഡറേഷൻ, അതായത് ഇനി ഒരു പ്രോജക്റ്റ് നാസയുടെ കയ്യിൽ നിന്നും സ്പേസ് എക്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ഒന്ന് റീകൺസിഡർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്പേസ് എക്സിനെ തള്ളും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ആ രീതിയിലാണ് ഇപ്പൊ സ്പേസ് എക്സ് ഇപ്പൊ ഒരു 9ാമത്തെ തവണ ഈ ഒരു മിഷൻ ഫെയിലിയർ ആകുമ്പോഴത്തേക്കും ഈ കമ്പനിക്ക് ഇനി നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി. തീർച്ചയായിട്ടും ഈ സ്പേസ് എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ് ഇതിൽ നിർണായകമായിട്ടുള്ള വിഷയം. ഇലോൺ മസ്ക് ഓൾറെഡി തന്നെ ടെസ്ല വിഷയത്തിൽ കുറച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ. കാരണം ഇലോൺ മസ്കിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്തതോടുകൂടി ഇലോൺ മസ്കിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു പരിധി വരെയൊക്കെ കോണറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് യൂറോപ്പിലായിക്കോട്ടെ, ആഗോളതരത്തിൽ ആ ഒരു പ്രതിസന്ധി ഇലോൺ മസ്ക് നേരിടുന്നുണ്ട്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ നിലയിലാണ് ഇപ്പം സ്പേസ് എക്സിനും കൂടി ഈ ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സക്സസ്ഫുൾ മിഷൻ സ്പേസ് എക്സ് അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഇനി കൂടുതൽ ശക്തമായിട്ട് ഈ ഒരു മേഖലയിൽ സ്പേസ് എക്സിന് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു സക്സസ്ഫുൾ മിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നതല്ല, ഏറ്റവും കുറഞ്ഞ ലെവലിൽ പരാജയപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻസ് നടത്തുന്ന കമ്പനികൾക്കാണ് ഈ സ്പേസ് മേഖലയിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഫോറിൻ സ്റ്റുഡൻസിന്റെ വിസ അമേരിക്ക താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ താൽക്കാലികമായിട്ട് ട്രംപ് ഭരണകൂടം ഫോറിൻ സ്റ്റുഡൻസിന്റെ വിസ ഇഷ്യൂ ചെയ്യുന്നത് നിലവിലെ ട്രംപ് ഭരണകൂടം നിർത്തിവെച്ചിരിക്കുകയാണ്, തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പം എപ്പം ഇത് റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു മുന്നറിയിപ്പും തന്നെ കൊടുത്തിട്ടില്ല. വിത്തൗട്ട് പ്രയർ നോട്ടീസിലാണ് ഈ ഒരു വിസ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. UAE-യിൽ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഡെസിഗ്നേറ്റഡ് പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് UAE സർക്കാർ. അപ്പൊ അവര് ഈ ഒരു മന്ത്രാലയം, അതായത് ലേബർ ഓഫീസ് എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ലേബർ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഒരു സോഫ്റ്റ്വെയറിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ UAE എന്ന് പറഞ്ഞ രാജ്യത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കീഴിൽ ബന്ധിപ്പിക്കും. അങ്ങനെ ബന്ധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് വാലിഡേറ്റ് ചെയ്യാൻ പോവാണ്. വാലിഡേറ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ UAE-യിലെ ലോക്കലൈസേഷന്റെ ഭാഗമായിട്ട് ശരിക്കും ഈ
കമ്പനികളിൽ ഡെസിഗ്നേറ്റഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ശരിക്കും ക്വാളിഫൈഡ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഇവർ തുടക്കം കുറിക്കുന്നത്. അതിലൂടെ അർഹതയില്ലാതെ നിലയിൽ നേടിയ ജോലിക്കാരെ പിരിച്ചുവിടാനും ആ സ്ഥലങ്ങളിലൊക്കെ UAE ലോക്കൽ ആയിട്ടുള്ള നാഷണൽസിനെ പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെസിഗ്നേറ്റഡ് പൊസിഷനിൽ വരുന്ന ആൾക്കാർ ആ ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അറ്റസ്റ്റ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് വാലിഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതായത് അറ്റസ്റ്റ് ചെയ്യപ്പെടാത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹോം കൺട്രിയിൽ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഹോം കൺട്രിയിലുള്ള UAE എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതേപോലെ ആ സെയിം സർട്ടിഫിക്കറ്റ് UAEക്കുള്ളിൽ മൊഫ അറ്റസ്റ്റേഷൻ, അത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഇത് വെരിഫൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അതിലുപരിയായിട്ട് ഇങ്ങനെ അറ്റസ്റ്റേഷൻ ചെയ്യാത്ത സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറ്റസ്റ്റ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റ് അങ്ങ് സബ്മിറ്റ് ചെയ്ത് കളയാം എന്നും വിചാരിക്കാൻ പറ്റത്തില്ല. അറ്റസ്റ്റേഷൻ ഒരു മാൻഡാറ്ററി പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് മുമ്പ് സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത ആൾക്കാരെ എല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരിയായിട്ട് ഫേക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിക്രമങ്ങളും വരും. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. UAE നടത്തിയ തെരച്ചിലിൽ, അതായത് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെ എത്ര കമ്പനികൾ നിയമം അനുസരിച്ച് അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധന നടന്നതിൽ, അപ്പൊ അങ്ങനെ UAE പ്രവർത്തിക്കുന്ന കമ്പനികളിൽ 28,000 കമ്പനികളിലായിട്ട് 1,36,000 UAE പൗരന്മാർക്ക് ജോലി നൽകിയതായിട്ടുള്ള റെക്കോർഡ് സഹിതമുള്ള പ്രൂഫാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലുപരിയായിട്ട് ഇതിന്റെ വേറൊരു സൈഡും കൂടിയുണ്ട്. 2,200 കമ്പനികൾ ഈ ഒരു കംപ്ലയൻസസ്, അതായത് ഈ ലോക്കൽ ആയിട്ടുള്ള UAE പൗരന്മാർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഈ ഒരു നിയമം പാലിക്കാത്തത് കൊണ്ട് 2,200 കമ്പനികൾക്കെതിരെ നടപടിക്രമങ്ങളും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു 2-3 വർഷമായിട്ടാണ് ഇത് ഇത്ര ശക്തമായിട്ട് ഈ ഒരു നിലയിലുള്ള തെരച്ചിൽ നടക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഡേറ്റ പ്രകാരം ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ നടന്ന പരിശോധനകളിൽ തെളിഞ്ഞു വന്ന വിഷയമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വിഷയം റബ്ബർ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിനെയും കൂടെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് യൂറോപ്പിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള റബ്ബർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതായത് സാധാരണ ഇന്ത്യയിൽ നിന്ന് മുളകുപൊടി, മല്ലിപ്പൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ യൂറോപ്യൻസ് ഇഴകീറി പരിശോധിച്ച് ഒരു രീതിയിലുമുള്ള കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ലാന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അവർ പല രീതിയിലുള്ള ഫുഡ് സേഫ്റ്റി ചെക്കിങ്സ് ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ യൂറോപ്യൻസ് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് തന്നെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ റബ്ബറിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, റബ്ബർ നമ്മൾ ഇപ്പം ബ്രസീൽ പോലത്തെ രാജ്യങ്ങളിൽ നിന്നും റബ്ബറൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വനനശീകരണം സംഭവിപ്പിച്ചുകൊണ്ട്, അതായത് നിലവിലുള്ള വനങ്ങളെയൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ട് അവിടെ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് റബ്ബർ മരങ്ങൾ അവിടെ നട്ടു വളർത്തുകയും അതിലൂടെ റബ്ബർ കൃഷി ഒന്ന് പുഷ്ടിപ്പെടുത്തുന്ന രീതിയാണ് സാധാരണ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കണ്ടുവരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 50 മുതൽ 75 വർഷം പാരമ്പര്യമായിട്ട് റബ്ബർ കർഷകർ റബ്ബർ കൃഷി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ വനനശീകരണം നടത്തിക്കൊണ്ടല്ല റബ്ബർ കൃഷി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്തെടുത്ത് റബ്ബറിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കൃഷി നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അവർക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു റബ്ബർ നമ്മൾ ഹാംഫുൾ ആയിട്ട്, അതായത് എർത്തിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അപ്രൂവൽ നമ്മൾ നേടിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് യൂറോപ്പിലേക്ക് ഇനി ഇന്ത്യൻ റബ്ബർ നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എവിടേക്ക് വേണേലും കയറ്റുമതി ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്താലും നല്ല വില കിട്ടിയാൽ മതി എന്നുള്ളത് മാത്രമാണ് കൺസേൺ. അപ്പൊ എന്തായാലും സമഗ്രമായ കുറെ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.